ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഹൈദരാബാദ് ശംഷാബാദ് എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ നിന്ന് 2ാം ദിവസം യാത്ര ആരംഭിക്കുകയാണ്. യാത്ര നല്ല സുഖകരമായൊരു ദിവസമായിരുന്നു. നല്ല ഉറക്കം, നല്ല റെസ്റ്റൊക്കെ കിട്ടി. ഞങ്ങളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇന്നത്തെ യാത്രയിലേക്ക്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശംഷാബാദ് ഡയസിസിൻ്റെ കത്തീഡ്രൽ പള്ളിയാണ്. സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ചർച്ച്. എയർപോർട്ടിന് അടുത്തുള്ള ഒരു പള്ളിയാണ്. ഇത് അവരുടെ ബിഷപ്സ് ഹൗസാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൻ മേജോനെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മേജോൻ ഞങ്ങളുടെ ചങ്ക് ഫ്രണ്ടാണ്. ഇത് മേജോൻ തന്നെയല്ലേ. നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 9:30. ഇവിടുന്ന് ഒരു 9 മണിക്കൂർ യാത്രയുണ്ട് നാഗ്പൂർ. അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു. ഞങ്ങൾ നാഗ്പൂരിലേക്ക് പോവാണ്. നമ്മുടെ സാരഥി ഫിനോഷ് ഉഷാറായിട്ടുണ്ടെന്ന്. പിന്നെ ആക്റ്റീവാണ്. ഫുൾ പവറിലാണ് ആള്. ഫുൾ പവറിൽ. ഇന്ന് നമുക്ക് സാമാന്യം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 550 കിലോമീറ്റർ. അത് ഇന്നലത്തെ യാത്രയെ സംബന്ധിച്ച് നമുക്ക് നിസ്സാരമാണ്. ഇന്നലെ 1050 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ഡ്രൈവ് ചെയ്തത്. പ്രത്യേകിച്ച് നമുക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല. ഇന്ന് നമുക്ക് ഒരു 9 മണിക്കൂറാണ് കാണിക്കണേ. ഇപ്പോൾ 9:30 മണിയായിട്ട്. ഇനി നമുക്ക് ലഞ്ചിന് മാത്രം നിർത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഏതാണ്ട് നമ്മൾ ഈവനിങ്ങോടുകൂടി അവിടെ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈവനിങ്ങിൽ നാഗ്പൂരൊന്ന് നൈറ്റ് ലൈഫ്, നാഗ്പൂർ സിറ്റി നമ്മളൊന്ന് കറങ്ങും. അതിനുശേഷം ഒന്ന് താമസിച്ച് നാളെ രാവിലെ നമ്മൾ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. നമ്മുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു ഹൈവേ N44 ആണ്. അത് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ശ്രീനഗർ വരെ, ജമ്മു ശ്രീനഗർ വരെയുള്ള ഏതാണ്ട് 4400 കിലോമീറ്റർ നീളുന്ന ഒരു നാഷണൽ ഹൈവേ ആണ്. നമ്മുടെ യാത്രയിൽ നല്ലൊരു ശതമാനം യാത്ര ചെയ്യുന്നത് ഈ ഹൈവേയിലാണ്. ഇന്നലെ യാത്ര ആരംഭിച്ച് നമ്മൾ 544 ആരംഭിച്ചത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന്. അതിനുശേഷം നമ്മൾ പിന്നീട് സേലത്തെത്തുമ്പോഴേക്കും നമുക്ക് 44 തമിഴ്നാട്ടിൽ കയറുമ്പോൾ 44 നമ്മൾ കടന്നു. പിന്നീട് അങ്ങോട്ട് ഹൈദരാബാദ് വരെ നമ്മൾ 44. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഉള്ളത് NH 765 ഇതുള്ളത്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ 44 തിരിച്ച് കയറാണ്. അവിടെ നിന്ന് നേരെ നാഗ്പൂർ വരെ NH 44 യാത്രയുള്ളത്. തുക്കുകട എന്ന ഒരു സ്ഥലത്തോടെയാണ്, ശംഷാബാദിലെ തുക്കുകട ഒരു ടൗണാണ്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ. ആളുകളൊക്കെ പോകാൻ ഇവിടെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഭയങ്കര ചായ, ടീ, സ്നാക്സ് കടകളും ഇഷ്ടം പോലെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല ആളുകൾ കഴിക്കണം. ആളുകൾ കംപ്ലീറ്റ് ചായയും സ്നാക്സാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജോലിക്ക് പോവുക. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മുകളിലൂടെ ഹൈവേ NH 44 പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനഗറിലേക്കുള്ള, കന്യാകുമാരിയിൽ നിന്നുള്ള ശ്രീനഗറിലേക്കുള്ള ഹൈവേ. നമ്മൾ ആ ഹൈവേയിലേക്ക് കടക്കാൻ പോവാണ്.
ഹൈദരാബാദിനെ ചുറ്റിയിട്ടുള്ള റിംഗ് റോഡാണത്. ഒരു 4 ലൈൻ 8 ലൈനാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 120 ആണ്. ഇത് വലിയൊരു സെറ്റപ്പ് തന്നെയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും വലിയ ഒരു ഹൈവേ ആണ് ഇത്. ഹൈവേയേക്കാൾ വലുതാണ് റിംഗ് റോഡ്. ഹൈദരാബാദിനെ ചുറ്റി ഏതാണ്ട് 40 കിലോമീറ്ററോളം എലവേറ്റഡ് ആണ്. ഫ്ലൈ ഓവറിലാണ് ഇത് പോകുന്നത്. അത്രയും വലിയൊരു ഹൈവേ ആണ്. എയർപോർട്ടിലേക്കൊക്കെ പോകാൻ വളരെ വേഗത്തിൽ എത്തിച്ചേരാം. മറ്റ് ഹൈവേകളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇത്. യൂറോപ്പിലും മറ്റും കണ്ടിട്ടുള്ളതിനേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള ഈ ഒരു ഹൈവേ ഇവിടുത്തെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നീണ്ട് വിശാലമായി കിടക്കുന്ന വഴി മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. പല സ്ഥലത്തും ഈ റോഡുകൾ വണ്ടികൾ വെച്ച് വൃത്തിയാക്കുന്നതായിട്ട് കണ്ടു, അടിച്ചു വാരുന്നത്, മെഷീൻ വെച്ച് അടിച്ചു വാരി വൃത്തിയാക്കുന്നത്. ഒരു ചപ്പ് ചവറുകളോ വേസ്റ്റുകളോ ഒന്നുമില്ല, അത്രയും ക്ലീനായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ റോഡിനെ സമ്മതിക്കണം, നമ്മൾ ജീവിതത്തിൽ ഇതുപോലെയുള്ളൊരു റോഡ് ഹൈവേ പോലും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ഹൈവേ റിംഗ് റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വൃത്തി വെടുപ്പിലും അതുപോലെ തന്നെ 8 ട്രാക്കിലാണ് ഇത് പോണത്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു ട്രാഫിക് ജാമും ഇല്ല, അത്രയും വേഗതയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. സ്പീഡ് ഓരോരുത്തരുടെയും കൺട്രോളിലാണ്. നമുക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം, കെയർഫുള്ളായിട്ട് ഓടിക്കണം എന്നുള്ളൂ, നമ്മുടേതായ കൺട്രോൾ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പേരെ വേണമെങ്കിൽ പോവാം, കാരണം സേഫായിട്ടുള്ള വഴിയാണ്. കാൽനടക്കാർ ആരുമില്ല, ബൈക്കുകളൊന്നുമില്ല, 4 വീലേഴ്സ് മാത്രമാണ് ഈ വഴിയിലുള്ളത്. ട്രക്ക്, കാർ ഓൺലി, അത്രേ ഉള്ളൂ. നമുക്ക് ഏതാണ്ട് 29 കിലോമീറ്റർ പോയാലാണ് NH44 നമുക്ക് എത്താൻ പറ്റുക. പിന്നെ വിശാലമായി കിടക്കുന്ന റിംഗ് റോഡ്. എല്ലാ കാലത്തെയും റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല മാക്സിമം സ്പീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പീഡ് ലിമിറ്റ് ഞാൻ പറയണില്ല ഇവിടെ.
ആന്ധ്രയിലെ നെൽപ്പാടങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങളാണ് ഇവിടെ ഉള്ളത്. കുറേ നെൽപ്പാടങ്ങൾ കൊയ്ത് കഴിഞ്ഞു. കൊയ്ത പാടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. കുറേ പാടങ്ങൾ കൊയ്യാൻ വളർന്നു നിൽക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ നെല്ലുകൾ ഇവിടെ റോഡ് സൈഡ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗോഡൗണൊന്നും ഇല്ല നമ്മുടെ നാട്ടിലെ പോലെ. റോഡ് സൈഡിൽ സർവീസ് റോഡിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് മല പോലെ. അതുകൊണ്ട് അത്രമാത്രം നെൽകൃഷിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുന്ന പോലെ. ആയിരക്കണക്കിന് ഏക്കർ റോഡിൻ്റെ ഇരുവശങ്ങളിലും. നെല്ല് കിടക്കണുണ്ടല്ലേ, നെല്ല് തന്നെയല്ലേ ഇത്, നെല്ല് തന്നെയാണ്. ആദിലാബാദ് 112 കിലോമീറ്റർ, 306 നാഗ്പൂർ, വാരണാസി 1026, ശ്രീനഗർ 2000. ആന്ധ്ര വിട്ട് മഹാരാഷ്ട്രയിൽ കയറി വാർധയിലാണ് ഇപ്പോൾ ഉള്ളത്. വാർധയിലെ ഒരു NH-44 അടുത്തുള്ള ഒരു പഞ്ചാബി ധാബയിലാണ് കയറിയാണ്. വേറെ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളൊന്നും കാണാനില്ല. എന്തായാലും ഇവിടെ കയറി. ഒരു 40 ഡിഗ്രി ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. എന്നാലും ഇവിടെ നിന്ന് ഞങ്ങൾ തന്തൂരി റൊട്ടി, അതുപോലെ ഒരു ദാൽ മഖാനി, പിന്നെ ഒരു ചിക്കൻ മസാലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കട്ടെ. ലഞ്ച് സമയത്തിരി അതിക്രമിച്ചു. ഇപ്പോൾ 2:30 ഉണ്ട്. ഇനി ഇവിടെ നിന്ന് വെറും ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ നാഗ്പൂർ എത്തും. അപ്പോൾ ഏതാണ്ട് ഒരു 4 മണി 4:30 കൂടി നാഗ്പൂർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിനോഷ് വിശന്നിട്ട് കൊട്ടലേക്ക് എരിഞ്ഞിട്ടിരിക്കണം. 2:30 സമയമായി. ഒരാൾ കിട്ടിയ സവാളയൊക്കെ വലിച്ചു കയറ്റുന്നുണ്ട്. ഭക്ഷണം വന്നാലും ഇനി പ്ലേറ്റ് കൊണ്ടുവച്ചു. പഞ്ചാബി ഒറിജിനൽ പഞ്ചാബി ഇത് അവ തന്നെയാണ് കേട്ടോ. ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ പടക്കം വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതവർ ഒറിജിനൽ പഞ്ചാബീസ് തന്നെയാണ്. എൻ്റെ തലപ്പാവൊക്കെ വെച്ച ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ. പ്ലേറ്റ് വെച്ചിരിക്കണം. ആരും വന്നിട്ടില്ല, വിശക്കുന്നുണ്ട്. ചൂട് കാറ്റ് അടിക്കുന്നുണ്ട്.
നമ്മുടെ ചിക്കൻ മസാല ഇവിടെ വന്നു കഴിഞ്ഞു. ചിക്കൻ മസാല അത്യാവശ്യം കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. കഴിച്ചിട്ട് എന്തൊക്കെയാവോ അറിയില്ല. ഇനി റൊട്ടി കൂടി വന്നു കഴിഞ്ഞാൽ ഉഷാറാവും. കീറ്റിക്ക ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കീറ്റിക്ക? ഏതാ? മക്കാനി സെർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചേട്ടൻ. आपका नाम? രാജ്വീർ. ഓക്കെ, മഖാനി കറി എടുത്തിട്ടുണ്ട്. മഖാനി സെർവ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ സെർവ് ചെയ്യുന്നുണ്ട്. രാജ്വീർ നമുക്ക് സെർവ് ചെയ്യണം. ഒരു പഞ്ചാബി, ഒറിജിനൽ പഞ്ചാബി ധാബയാണ് കേട്ടോ. ഞാനും വന്നു. ബട്ടർ തന്തൂരി ബട്ടറാണ്. വീട്ടിലേക്ക് വന്ന പടി അടിച്ച് കയറ്റിട്ടുണ്ട്. സൂപ്പറായിട്ടാ. ഞാനും കഴിച്ചോട്ടെ കേട്ടോ. അത്യാവശ്യം നന്നാമത് വിചാരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളങ്ങനെ രണ്ടാമത്തെ ദിവസം നാഗ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നാഗ്പൂർ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു സിറ്റിയാണ്. ഒരുപാട് ജനത്തിരക്ക് അത്രതൊന്നും തോന്നുന്നില്ല. എന്നാൽ വളരെ ക്ലീൻ സിറ്റി ആയിട്ടാണ് കാണുന്നത്. മെട്രോ, കൊച്ചി മെട്രോ പോലെ ഒരു മെട്രോ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ മെട്രോ നാഗ്പൂർ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് സമയം ഇവിടെ 4:30 നമ്മൾ രാവിലെ 9:30 ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ അധികം താമസമൊന്നുമില്ലാതെ ഒരുപാട് സമയം നഷ്ടപ്പെടാതെ നമ്മൾ 4:30 ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ആന്ധ്ര വിട്ട് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ നാഗ്പൂർ സ്റ്റേ ചെയ്യും. നമ്മളിവിടെ സ്റ്റേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യണത്. നമ്മളിവിടെ സ്റ്റേ ചെയ്ത് അതിനുശേഷം നാളെ രാവിലെ നമ്മൾ അതിരാവിലെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതാണ്. നാഗ്പൂർ സിറ്റി ടൂറ് കഴിഞ്ഞിട്ട് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഏതാണ്ട് 550 കിലോമീറ്ററാണ് നമ്മൾ കവർ ചെയ്തത്. ഇനിയും യാത്ര ചെയ്യാം, പക്ഷേ ഇന്ന് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ് തൽക്കാലം. നാളെ നമുക്ക് ഏതാണ്ട് ഇത്ര തന്നെ കിലോമീറ്റർ ഉണ്ട്. ഇന്നലെ കുറച്ചധികം നമ്മൾ യാത്ര ചെയ്തു. നമുക്കൊരു ദിവസം നമ്മൾ സേവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് ഇനി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തങ്ങി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ നേരത്തെ ഒരു 5 മണിക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെടാനാണ് നമ്മുടെ പ്ലാൻ. നാഗ്പൂരിലെ 0 മൈൽ റോഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. 0 മൈൽ റോഡ് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന വളരെ അച്ചടക്കമുള്ളൊരു ടൗണായിട്ടാണ് നാഗ്പൂർ കാണാൻ പറ്റുന്നത്. വണ്ടികളൊക്കെ കൃത്യമായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ബൈക്കുകൾ, കാറുകൾ,